മലയാളികളുടെ ഇഷ്ടതാരമാണ് നടൻ ബാല. ഒരു അഭിനേതാവ് എന്ന നിലയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായി വിവാദ നായകനായി അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വിവാഹ ജീവിതവും സിനിമാ കഥയെ വരുന്ന തരത്തിലുള്ള വ്യക്തിപരമായ വിഷയങ്ങളും ഒക്കെയായി ബാല ഏറെ നാളായി വാർത്തകളിൽ നിറയുകയാണ്. ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ഡോക്ടർ എലിസബത്തിനൊപ്പമായിരുന്നു ബാലയുടെ ജീവിതം. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ വന്ന കരൾ രോഗവും അതിനു പിന്നാലെയുണ്ടായ ചില സംഭവ വികാസങ്ങളും ബാലയുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുകയായിരുന്നു. തുടർന്ന് താരം എലിസബത്തുമായുള്ള ബന്ധം വേർപെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ അടുത്തിടെ താരം മൂന്നാമതൊരു വിവാഹം കഴിച്ചത്. ബന്ധുവായ കോഹ്ലിയായിരുന്നു വധു. ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ഒരു ക്ഷേത്രത്തിൽ വെച്ച് ബാല കോഹ്ലിയെ താലി ചാർത്തിയത്. ഇതിനുശേഷം തന്റെ ജീവിതം വളരെയധികം സന്തോഷം നിറഞ്ഞതാണെന്നും കോഹ്ലി വന്നതോടെ ജീവിതം അപ്പാടെ മാറിയെന്നും ബാല അടുത്തിടെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇരുവരുടെയും ജീവിതത്തിലെ പുതിയൊരു വിശേഷം പങ്കുവയ്ക്കുകയാണിവർ. വീഡിയോയിലൂടെയായിരുന്നു ആരാധകരോട് ഈ സന്തോഷ വാർത്ത അറിയിച്ചത്. ഒരു വിശേഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ബാലയും കോഹ്ലിയും വീഡിയോയുമായി എത്തിയത്. ഞങ്ങൾ മനോഹരമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങാൻ പോകുന്നു. അതിന്റെ ലോഞ്ച് അടുത്ത് തന്നെ ഉണ്ടാകുമെന്നും ബാല അറിയിച്ചു. ഇരുവരുടെയും ചാനലിന്റെ പേരും ബാല വെളിപ്പെടുത്തിയിരുന്നു. ബാല കോകില എന്നായിരിക്കും ഇതിന്റെ പേര്. ചാനലിന്റെ ലോഞ്ചിങ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നും എന്നാണ് ബാല അറിയിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അതിന് നല്ല ഗുണങ്ങളുണ്ടാകുമെന്നും ബാല ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെ നിരവധി ആരാധകരാണ് ഇവർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒട്ടേറെ പേർ വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ മാത്രം അതിൽ പോസ്റ്റ് ചെയ്യണം, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവരരുത്, കരിപുരണ്ട കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇനി വേറെ ചാനലുകളിലൊന്നും വരരുതെന്നായിരുന്നു മറ്റൊരു ആരാധകൻ കമന്റ് ചെയ്തത്. നെഗറ്റീവ് കമന്റുകളും ധാരാളമുണ്ട്. എങ്കിലും ഇരുവരുടെയും പുതിയ ഉദ്യമത്തിന് ആശംസ പങ്കുവച്ചാണ് കൂടുതലും. ബാലയുടെയും കോഹ്ലിയുടെയും പുതിയ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത്. അതേസമയം അടുത്തിടെ തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ബാല സംസാരിച്ചിരുന്നു. കൂടാതെ 3-ാം വയസ്സിൽ തന്നെ കോഹ്ലി തന്റെ ഭർത്താവായി അംഗീകരിച്ചതാണെന്നും ബാല ചൂണ്ടിക്കാട്ടിയിരുന്നു. കോഹ്ലിക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയുമെന്നും ബാല പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു.